എന്തായി കാര്യങ്ങള്? ഒന്നും ആയില്ലേ? എന്ത് സമയം കിട്ടിയില്ല, ഉറങ്ങിപ്പോയി. എന്തിനു കിട്ടിയില്ലേ? സമയം. അതെപ്പോ കിടന്നുറങ്ങി? നിന്നെ എണീപ്പിച്ചു വിട്ടിട്ടില്ലേ ഞാൻ പോയത്? ഞാൻ ഉറങ്ങി. ഞാൻ പോയി കുളിച്ച് തുണിയും കഴിയിട്ട് കേട്ടോ, കുറച്ച് തുണി കഴുകാൻ കിടക്കുന്നു. എന്തിനാണ് എന്തിനാണത്? ഇന്നലെ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇന്നലെ എഡിറ്റ് ചെയ്ത് തീർന്നിട്ട് എത്ര മണിയായി? നേരത്തെ എഡിറ്റ് ചെയ്ത് തീരുമായിരുന്നു, കിടന്ന് ഉറങ്ങായിരുന്നെങ്കിൽ. ഉറങ്ങിയോ? ആ പിന്നില്ലാതെ. താങ്ക് യു. വെൽക്കം. പുട്ടും പയറും പപ്പടം ഇല്ലേ? പപ്പടം എന്താ പപ്പടം ഇല്ലാത്ത? എനിക്ക് കാപ്പളം എന്താ? പനി മാറിയില്ലേ? പനി ഉണ്ടെങ്കിൽ ചൂടില്ല, പക്ഷെ ഭയങ്കര ചൂടില്ല. ഭയങ്കര കുളിര്. വെളിയിലാണ് പണി. അറിയത്തില്ല. മഴയുണ്ടെന്ന് 17-ാം തീയതി ഇന്ന് 14-ആയി. 17-ാം തീയതി ആശുപത്രി പോയത്. വിളിച്ചില്ല. ചാവി വീണു. ആര് വിളിക്കും? മാമൻ. ഏത് മാമൻ? ജോലിക്ക് പോകണം. ജോലിക്ക് കണ്ടാട്ട് വിളിച്ചില്ലെന്നാണ് ചോദിച്ചത്. ചരുവോ? അപ്പോൾ ഞാൻ സൈറ്റിൽ വന്നു കേട്ടോ. രാവിലെ മഴയായിരുന്നേ. മഴയാണെങ്കിൽ ഇന്ന് നടക്കുന്ന കാര്യം സംശയമാണ്. പക്ഷേ രാവിലെ തുടങ്ങിയ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് മണ്ണിട്ട് സിമൻറ്റ് കയറ്റി നമ്മുടെ പണിസാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി വെച്ച് നമ്മുടെ മേശിരി താഴെ ചാരം കെട്ടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആണ് മഴ പെയ്തത്. മഴ പെയ്തപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറി. ഇപ്പം മഴ തോന്നപ്പോൾ നമ്മൾ വീണ്ടും കയറിയിട്ടുണ്ട്. ഇപ്പം മഴയൊന്ന് തൽക്കാലം താന്നിക്കുന്നതാ. നമുക്ക് അവർ ചാരം ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കുറച്ചും കൂടെ ഉള്ളൂ. ഇതിൻ്റെ പാതി പാരപ്പറ്റും കൂടെ തേച്ചിട്ട് പിന്നെ താഴെയാണ് വർക്ക്. ഇത്രയും കൂടെ ഉള്ളൂ നമുക്ക് തേക്കാനായിട്ട്. പക്ഷേ ഇതിൻ്റെ അടിയിൽ വെള്ളം പിടിച്ച് കിടക്കുന്നതുകൊണ്ട് പാടാണ്. വെള്ളം ഈർപ്പം ഉള്ളതുകൊണ്ട് ചാന്ത് നിൽക്കത്തില്ല. അപ്പോൾ ഞാൻ ഈ കൊണ്ടിട്ട മണ്ണ് ഉണങ്ങിയ മണ്ണാണ്. മാനം ഇരുണ്ട് കിടക്കുവാണ് കേട്ടോ. മഴ ഇനിയും പെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മഴക്കോളൊക്കെ മാറിയിട്ട് വെയിലായി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ അന്തരീക്ഷം ഇങ്ങനെ വെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പണിയാൻ പറ്റും. അപ്പോഴത്തേക്ക് ഞാൻ മണ്ണ് ചാന്ത് കൂട്ടാനുള്ള പരിപാടിയാണ്. ചാന്ത് കൂട്ടി അവർ ചാരം ഒരുവിധം ആയി. ഇനിയിപ്പോൾ മേളിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പണി തുടങ്ങാം. അപ്പോഴത്തേക്ക് ഞാൻ ചാന്ത് റെഡിയാക്കിയിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ ഇന്ന് പണി നടക്കാൻ സാധ്യതയില്ല കേട്ടോ. നല്ല മഴ, ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നാളെ പണിയാനുള്ള സ്ഥലമൊക്കെ ടാർപ്പിട്ട് വെച്ചിട്ട് നമ്മളിന്ന് പോവുകയാണ് കേട്ടോ. വേറെ പണിയുണ്ടോയെന്ന് അറിയത്തില്ല. ബാക്കി സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്, അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ ആ സ്ഥലം ഉണക്ക് ആവാനായിട്ട് ഫുള്ള് ടാർപ്പിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭാഗ്യത്തിന് മണ്ണിൽ വെള്ളം ഒഴിച്ചില്ല. നല്ല വെയിലുള്ള സമയത്താണ് മിക്സ് ആക്കിയത്. പക്ഷേ മഴ നിന്നിട്ട് പിന്നും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മാനം
നല്ലപോലെ ഇരുട്ടിയിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പണി നടക്കത്തില്ല, ഇന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീടെത്തി കേട്ടോ. വാ ലിസ്റ്റ് വാ, ലിസ്റ്റ് വാ. ഓ ലിസ്റ്റ് വാങ്ങാൻ വന്നേണ്, ലിസ്റ്റ് വാങ്ങാൻ വന്നേനടി. എന്ത് ഫാനെല്ലാം തെറ്റിയല്ലേ. സംഭവം 10 മണിക്ക് കുടിക്കാനുള്ള കാപ്പിയായിരുന്നു. ഇപ്പം വീട്ടിൽ നിന്നപ്പോൾ നല്ല വിശപ്പായി. ഇന്ന് കഴിച്ചിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ, അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരേ. സുലേ എന്തിനാ ചെയ്യണം? കണ്ടൂടെ നീ നുള്ളണ സഹായിക്കണോ? ഞാൻ സഹായിക്കാം. നീ നുള്ള സഹായിക്കും, കുഴപ്പമില്ല. വെളിയിൽ ആലോചിക്കണ ഒരെണ്ണം കൊടു, കുറച്ചു നേരം ആയാലും വെള്ളക്കുന്നം പൂത്ത ഒരെണ്ണം കൊടു, പാവല്ലേ. മോട്ടിക്കത്തൊന്നുമില്ല, പാവം ഒരെണ്ണം കൊടു. മീൻ കൊടുക്കാനൊന്നും പറ്റില്ല. ഒരു മീൻ ഇട്ട് കൊടു, ഇല്ല ഒരു നെത്തോലി ഇട്ട് കൊടു. കൊടടി, പാവല്ലേ. അങ്ങനെ ഇട്ടല്ലേ മണ്ണിലിട്ട് കൊടുത്താ നെത്തോലി ഇട്ടുകളന്ന്. നിന്റെ കുടലൊക്കെ എന്ത് ചെയ്യും? എനിക്ക് പൊരിച്ചു തരണേ. എന്ത് നെത്തോലി ആയതുകൊണ്ട് കൊള്ളാം. നെത്തോലി എനിക്ക് നെത്തോലി എന്നുള്ള അറിയാം. വേറെ ഒരു മീനും എനിക്ക് കണ്ടിക്കാനും പിടിക്കാനൊന്നും അറിയത്തില്ലേ. നെത്തോലി എനിക്കറിയാം. നെത്തോലി കൊച്ചിലെ മുതലേ അമ്മ മീനുള്ളപ്പോഴും കൂടെ പോയിരുന്നൊക്കെ നെത്തോലി ഉള്ളിൽ കൊടുക്കും. അതുകൊണ്ട് നെത്തോലി എന്നുള്ള അറിയാം. അതിന് വലിയ പാടൊന്നും ഇല്ലല്ലേ. തുണി എവിടെ? ഇവിടെ വൃത്തിയാക്കണ്ടേ? ഞാനോട് അത് മീൻ തേങ്ങ. അപ്പൊ ഞാൻ തേങ്ങ തിരുവാൻ പോണു. ഗ്യാസ് അപ്പൊ ഞാൻ തേങ്ങ തിരുവാൻ പോവുകയാണ് ഗൈസ്. അതാ ഭയങ്കര ഗ്യാസ് അതിൻ്റെ അകത്ത്. എനിക്കെന്താ നല്ല വെള്ളം ഒക്കെ ഇഷ്ടപ്പെട്ടില്ല. എന്തിന് ഒരെണ്ണം മതിയാ? ഇതിങ്ങനെ ഇരിക്കുന്നോണ്ട് അങ്ങോട്ട് പോവാൻ നമുക്ക് അന്നത്തെ പോലെ കാന്താരിയിൽ തൈര് ഇട്ട് ഒരു സംഭവം ഉണ്ടാക്കിയാലേ. അപ്പൊ ഇനി കുറച്ചു നേരം എനിക്കൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ. ഇപ്പൊ കുറെ നേരത്തേക്ക് ഇനി എന്റെ സഹായം ഒന്നും വേണ്ടല്ലേ, ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇനി കുറെ നേരത്തേക്ക് ഇനി വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അത് അപ്പോഴെന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഹലോ, അപ്പോൾ വൈകുന്നേരമായേ. കുറേ പരിപാടികളുണ്ടായിരുന്നേ.
ഞാൻ ഒന്നും ചെയ്തില്ല, കിടന്നുറങ്ങി. അത്യാവശ്യം ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്ത്. ഞാൻ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇതാണ് പാട്. സത്യം. ഞാൻ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം. വീട്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ കട്ടിൽ കണ്ട അപ്പോഴേ ഉറക്കോണു. അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേ. ചെയ്തില്ലേ? ഞാൻ മീനുള്ളിൽ തന്നല്ലേ, തേങ്ങ തന്നില്ലേ? നീ എഡിറ്റ് ചെയ്തില്ലേ? എഡിറ്റ് ചെയ്യുന്നതാണ് പണി. നീ എന്തിനു പറയുന്നത്? അകത്ത് പോയി കിടന്ന് ഫോണിൽ വീഡിയോ കണ്ടു. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോ ഒരു അനക്കോ ഇല്ല. ഞാൻ വന്ന് നോക്കിയപ്പോ അവിടെ വന്നു. അപ്പൊ ഇന്നലെ ഇട്ട വീഡിയോയാ? ഇന്നലെ രാത്രി അപ്പൊ ഇനി ഇടാനുള്ള വീഡിയോയാ? എനിക്ക് അപ്പൊ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ഇത്രയും നമ്മളെ ബ്രെയിൻ ഇങ്ങനെ ഇട്ട് ഇതാക്കിക്കൂടാ. അപ്പൊ വേറെ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോയിൽ ഇല്ലാത്തത്. സംഭവം ഞാൻ വെറുതെ വീട്ടിൽ ഇരുന്ന വേറെ പരിപാടികളൊന്നും കാണത്തില്ല, ഉറക്കമാണ്. ഞാൻ പണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നിട്ട്, അതായത് ഇന്ന് വൈകിട്ട് വന്ന് നാളെ വർക്കില്ലെന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം ഞാൻ എണീക്കും. ആ രീതിക്ക് കിടന്ന് ഉറങ്ങിക്കളയും. ആ ഒരു ഉറക്കപ്രാന്തനാണ് ഞാൻ. ഇപ്പോഴാണ് ഉറക്കമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമ്മൾ നാളെ വരാം. അതുവരെ ബായ്.